ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ പ്ലേറ്റ്സ് ആൻഡ് പ്ലാനറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വാൾപ്പാറിന്റെ രണ്ടാമത്തെ വാൾപ്പാറ വന്നിട്ട് രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോണത്, അതും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കണം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ പോകാൻ പോണത് ഒരു അമ്പലത്തേക്കാണ്, ബാലാജി കോവിൽ. റൊട്ടിക്കടയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ. അതെ, റൊട്ടിക്കട എത്തുന്നതിന് മുമ്പ് അയ്യർ ബാലാജി ടെമ്പിൾ ആണ് ഇനി നമ്മൾ പോകാൻ പോണത്. അതിന്റെ പ്രൈവറ്റ് സ്ഥാപനം നടത്തുന്നതാണ്. അതിന്റെ ടൈമിങ് 4 മണിക്ക് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നമുക്ക് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് അമ്പലത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് 32ാമത്തെ ബെൻഡിലാണ്. 32ാമത്തെ ബെൻഡ് എന്ന് പറയുന്നത് GA കാർവൽ മാർഷ്, അതാണ് ആളുടെ പേര്. ആളാണ് നമ്മുടെ ഈ എന്താ പറയുക വാൾപ്പാറ യാത്രപ്പള്ളി റൂട്ട് കണ്ടുപിടിച്ച ആള്. അപ്പൊ ആളുടെ പേരിലാണ് ഈ ഹെയർപിൻ ബെൻഡ് അറിയപ്പെടുന്നത്. ആളുടെ ഒരു സ്റ്റാച്ചു അവിടെ വെച്ചിട്ടുണ്ട്. ഈ മിസ്റ്റ് ഇറങ്ങിയത് കൊണ്ടാണ്. മിസ്റ്റ് ഇല്ലാതിരുന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നോക്കിയാൽ പറമ്പിക്കുളം ഡാമും കാണാൻ പറ്റും, അതുപോലെ തന്നെ ഷോളയാർ ഡാമും കാണാൻ പറ്റും. രണ്ട് വ്യൂ ആയിട്ട് വൈകുന്നേരം അസ്തമയ സമയത്തൊക്കെ ആ വെള്ളത്തിലെ സൂര്യപ്രകാശം ഗ്ലെയർ അടിക്കുന്നത് വ്യക്തമായി കാണാൻ പറ്റുന്ന സ്പോട്ടാണ്. മിസ്റ്റ് കൂടുതലാണ്, മിസ്റ്റ് വളരെ കൂടുതൽ കാണാൻ പറ്റുന്നത്. അയ്യോ, അവിടെയാണ് പറമ്പിക്കുളം, ഷോളയാർ, ഇത് രണ്ടും കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ മിസ്റ്റ്, ഫുൾ മിസ്റ്റാണ്. നല്ല തണുപ്പ്. ഇപ്പൊ 17 ഡിഗ്രിയോളം തണുപ്പുണ്ട്. രാത്രിയാകുമ്പോ ഒരു 15ന്റെ അടുത്ത് വരുന്നതാണ് പ്രതീക്ഷ. എന്തായാലും ഉണ്ടാവും. ഈ സമയത്ത് എത്ര തണുപ്പുണ്ടെങ്കിൽ 15 ഡിഗ്രി വരും. നമ്മൾ 40ാമത്തെ ബെൻഡ് എത്തിയതാണ്, അവസാനത്തെ ബെൻഡ്. ഇവിടുന്ന് നേരെ പോകുമ്പോഴാണ് നമുക്ക് ബാലാജി കോവിൽ വരിക. അപ്പോൾ നമ്മൾ ഇനി ഭക്ഷണം കഴിച്ചില്ല, പോയി ടൗണിൽ പോയിട്ട് ആദ്യം ഭക്ഷണം കഴിക്കുക. ഇതാണ് അയ്യർവാടി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ പോകുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായി പോയി, 3 മണിയായി. അപ്പോൾ ഭക്ഷണം എവിടെയും കിട്ടിയില്ല ഞങ്ങൾക്ക്. ഒരു സ്ഥലത്ത് ഭക്ഷണം കിട്ടിയത് അത്രയ്ക്കും പോരാ. പൊറോട്ടയും ഗ്രേവിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വരുന്നവർ അത്യാവശ്യം നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക, കറക്റ്റ് സമയത്തിന്, ഇല്ലെങ്കിൽ ഭക്ഷണം കിട്ടില്ല. നമ്മൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നു. അതിപ്പോൾ 40ാമത്തെ ബെൻഡെത്തി. 40ാമത്തെ ബെൻഡിൽ നിന്നാണ് നമുക്ക് നേരെ പോകേണ്ടത്. നേരെ പോകുമ്പോഴാണ് ബാലാജി ടെമ്പിൾ വരിക. എന്താ വ്യൂ അല്ലേ! ഇപ്പോൾ നമ്മൾ അത് ബാലാജി ടെമ്പിൾക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് വണ്ടി പാർക്കിങ്. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ചെക്ക് പോസ്റ്റിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. നല്ല കയറ്റമുണ്ട്. 1/2 കിലോമീറ്റർ ആണെങ്കിലും നല്ല കയറ്റമാണ്. 5 മണിക്ക് അമ്പലം അടയ്ക്കെന്ന് പറഞ്ഞതാ. സമയം ഇപ്പോൾ തന്നെ 5 മണിയായി, 4:56. അതുകൊണ്ട് പെട്ടെന്ന് കയറിപ്പോണം. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലം എത്തി.
നല്ല കയറ്റം ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ഇവിടെ ഫുള്ള് മിസ്റ്റായിരിക്കും. അപ്പോൾ ഈ അമ്പലം കാണാൻ നല്ല ഭംഗിയാണ്. ആ മിസ്റ്റിൻ്റെ ഇടയിൽ കൂടെ ആ അമ്പലം കാണാൻ നല്ല ഭംഗിയാണ്. ഇതേണ്ട, അതാണ് അമ്പലം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ബാലാജി ടെമ്പിൾ. അപ്പോൾ ഞാൻ ഇവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്താ പറയുക, ഓരോരോ ക്ലൈമറ്റാണ് അവിടെ. അടിപൊളി രസം, നല്ല രസമാണത്. പിന്നെ എന്താ പറയുക, ആ അമ്പലം 5 മണിക്ക് അടയ്ക്കും. 3 മണിക്ക് ഓപ്പൺ ചെയ്തിപ്പോൾ 5 മണിക്ക് അടയ്ക്കും. ഞങ്ങളതാ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി വന്നത്. 5 മണി നമ്മളാണ് ലാസ്റ്റ് അന്ന് ദർശനം കഴിഞ്ഞിട്ട് അവരപ്പോൾ തന്നെ ക്ലോസ് ചെയ്തു. ഇനി 6 മണിക്ക് ഒരു 10 മിനിറ്റ് പൂജയുണ്ടാവും. ആ പൂജയ്ക്ക് മാത്രം തുറക്കും. അപ്പോൾ വരുന്നവർ 5 മണിക്ക് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ നോക്കുക. ഗൈസ്, ഞാനേ ഒരു അതിഥീനും കൂടി കാണിച്ചു തരട്ടെ. ഞാൻ എൻ്റെ പുറകിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ആരാ നോക്കിക്കോ. ഇത് ഒരാളല്ല, അപ്പുറത്തെ ഒരു കൂട്ടം തന്നെ ഉണ്ട്. 4-5 എണ്ണം ഉണ്ട്. ബൈസനാണ്, കാട്ടുപോത്ത്. ഗൈസ്, അപ്പം നോക്കൂ, എൻ്റെ പുറകുവശത്ത് ഇതായി കാട്ടുപോത്ത്. ഇത് 10 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. അവിടുന്ന് ചെറിയൊരു വളവൊക്കെ ഉണ്ട്. ഇപ്പോൾ വരില്ല എന്നുള്ളൊരു ധൈര്യം. അത് അങ്ങോട്ടേക്ക് കയറി പോവാണ്, റൈറ്റ് സൈഡിലേക്ക് കയറി പോവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ധൈര്യത്തിൽ നിൽക്കണം. നിൽക്കാനല്ല, നമ്മൾ ഇറങ്ങി പോവാണ്. കണ്ടപ്പോൾ ഒന്ന് കാണിക്കണം തോന്നി. അപ്പോൾ ഇവിടെ അമ്പലത്തേക്ക് ബാലാജി കോവിലേക്ക് വരുന്നത് ടൈമിങ് 9 to 12 അതുപോലെ തന്നെ ഈവനിങ് 3 to 5 ആണ്. അപ്പോൾ വരുന്നവരൊക്കെ മാക്സിമം ആ ടൈമിൻ്റെ ഉള്ളിൽ വരാൻ നോക്കുക. 6 o'clock ഒരു പൂജയുണ്ട്. പക്ഷെ അതിന് മുമ്പ് അവർ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അതിന് വേണ്ടി തനിച്ച് വെയിറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം 6 മണിക്ക് ഒരു 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ ആ പൂജ എന്ന് പറഞ്ഞത്. അപ്പം പരമാവധി 9 മണി മുതൽ 12 മണി വരെയും അതുപോലെ തന്നെ 3 മണി മുതൽ 5 മണി വരെ അതിൻ്റെ ഉള്ളിൽ ടൈമിനുള്ളിൽ വന്നാൽ ഷാർപ്പ് 5 മണിക്ക് അവർ ക്ലോസ് ചെയ്യുന്നുണ്ട് ഗേറ്റ്. അവിടെ നിന്ന് നമ്മൾ പറയുന്ന വരുമ്പോൾ ബാലാജി കോവിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഒരു 100 മീറ്റർ, എത്ര മീറ്റർ ഉണ്ടാവും? 200 മീറ്റർ. ഭയങ്കര റോഡ് മോശമാണ്. ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം വണ്ടി ഓടിക്കാൻ. മഴയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വണ്ടി തെന്നിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. അതെ, ആ ഭാഗത്ത് മാത്രം ക്ലൈമറ്റ് ചേഞ്ച് ആണ്, വെയിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഭാഗത്ത് വരുമ്പോൾ മഴക്കാറായി. ഈ ഭാഗത്താകുമ്പോൾ മിസ്റ്റായി. ഇത് മിസ്റ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ അന്ന് വാൾപ്പാറയിൽ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു ഫുഡിൻ്റെ ഒരു റിവ്യൂ കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും വാൾപ്പാറ വരുമ്പോഴും ഇവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അത് എന്താ സ്ഥലം എവിടെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ ഇറങ്ങുന്നത്. കാരണം ഇവിടുന്ന് ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അതിൽ എന്നാലേ നമ്മൾ അവിടെ എത്തുള്ളൂ. 4 മൈൽ ചുങ്കമാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ പോയി നോക്കാം. അതെ, അപ്പോൾ നമ്മൾ വരുമ്പോഴും കുറച്ച് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോണ വഴി കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ 4 മൈൽ. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണ്, മഴക്കാറല്ല. മയില് അത് നോക്കാം. അതിൽ കൂടെ മയിലും കൂടി കാണുമ്പോൾ അടിപൊളിയാണ്.
ലക്കി. നമ്മള് രാവിലെ കവർക്കല്ല് പോയില്ലേ, അപ്പോ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അതെ, ഇപ്പൊ നോക്ക അതിന്റെ അവസ്ഥ കണ്ട, ഫുള്ള് മിസ്റ്റായി. ആൾക്കാരെ കയറ്റി വിടുന്നത്. അപ്പൊ ഈ പോണ റൂട്ട് പോലും കാണില്ല ഇപ്പൊ, അത്രയ്ക്കും മിസ്റ്റ് കയറി. റോഡ് ഒന്നും കാണുന്നില്ല. അപ്പൊ സൂപ്പർ. ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. ഒന്നും കാണില്ല. അതെ, ഒന്നും കാണില്ല. ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നില്ലേ, 2 മിനിറ്റ് അത്രേ ഉള്ളൂ, 2 മിനിറ്റ് ആവുള്ളൂ. നോക്ക്, ഫോറസ്റ്റ് ഓഫീസുകളും പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. ഒരു മിനിറ്റ് 2 മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴേക്കും എല്ലാം ക്ലിയർ ആയി. അതാ പറഞ്ഞത്, ഇത് എപ്പോഴാ എങ്ങനെയാ നമുക്ക് ക്ലൈമറ്റ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. എത്ര സ്പീഡിൽ കാറ്റടിച്ച് പോയി, വണ്ടി പോലും കാണില്ലായിരുന്നു. കൊണ്ടിരിക്കുമ്പോ തന്നെ നോക്കുക, വീണ്ടും മഞ്ഞ് മൂടാൻ തുടങ്ങി ലൈവായിട്ട്. നമ്മ ഇത്ര നേരം ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ മിസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഇതോടെ കൂടി കഴിഞ്ഞു. ഈ മലയും ഈ മലയുടെ ഇടയിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞ മിസ്റ്റ് കയറി വരുന്നത്. എല്ലാരും ഈ മിസ്റ്റ് കാണുമ്പോ അവിടുന്ന് കയറി വരും. മിസ്റ്റ് കാണുമ്പോ ഭയങ്കര ആഘോഷത്തിലാണ്, എല്ലാരും സന്തോഷത്തിലൊക്കെയാണ്. കുറച്ച് അപ്പുറത്തുനിന്ന് കേറി ഒട്ടും മിസ്റ്റ് ഉണ്ടാവില്ല. കേറി വരുമ്പോ എല്ലാവർക്കും ഒരു നമുക്ക് ഇതോടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഒന്നും മിസ്റ്റ് ഉണ്ടാവില്ല. ഇവിടുന്ന് 1 കിലോമീറ്റർ പോയാൽ പിന്നെ മിസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മളിപ്പം ഫോറസ്റ്റിൽ വരുന്ന സമയത്ത് ഇതെന്താണ് ഇങ്ങനെ ഈ ക്ലൈമറ്റ് കിട്ടിയില്ല, അതെന്താണ് അങ്ങനെ കിട്ടിയില്ല എന്നൊന്നും പരാതിയും പറയാം. അതെ, എപ്പോ എന്ത് നടക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് നമ്മള് രാവിലെ തൊട്ടും ഇവിടെ ഒരു മിസ്റ്റും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇതാണല്ലോ ഇപ്പൊ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് നിൽക്കുന്നത്. രാവിലെ വരുമ്പോ എത്ര തിരക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു തിരക്കുമില്ല. അത് ഇനിയിപ്പോ ക്ലൈമറ്റ് നല്ല വ്യത്യാസം വന്നു. രാവിലെ വരുമ്പോ വെയിലുണ്ടായിരുന്നു, അതിനുശേഷം മഴ, കുറച്ചു നേരം മഴയുണ്ടായിരുന്നു, അതിനുശേഷം മഞ്ഞ് വന്നു, പിന്നെ മഞ്ഞ് പോയി, ഇതാ പിന്നെയും മഞ്ഞുണ്ട്. പക്ഷെ പ്രതീക്ഷിക്കണം ഈ എൻജോയ് ചെയ്യാൻ ഈ ഭാഗത്ത് ജനങ്ങൾ ടൂറിസ്റ്റുകൾ ഇത് ഒട്ടും ഇല്ല എന്നുള്ളതാണ് പറയാ. അതുമല്ല ആൾക്കാർ പോകുന്നുണ്ട്. അതെ, അതുമല്ല ഇപ്പൊ ഇവിടെ മുകളിൽ തന്നെ 3-4 റിസോർട്ട് ഉണ്ട് അല്ലെ, നമുക്കറിഞ്ഞ വരയ്ക്കും. അപ്പോ അവിടെ നിന്ന് വൈകുന്നേരത്തേക്കുള്ള ക്ലൈമറ്റ് ആലോചിച്ചുണ്ടാവും. സൂപ്പർ. അവർ താമസിക്കുന്നവർക്കൊക്കെ ക്യാമ്പ് ഫയർ വിട്ടു തരും. അവിടെ ഇഷ്ടത്തിനുള്ള ഭയങ്കര നല്ല തണുപ്പാണ്. ഇപ്പൊ എന്തായാലും ഒരു 15 ഡിഗ്രി താഴെ വരില്ലേ. അതെ, രാത്രി എന്തായാലും വരും. തന്നെ നല്ല തണുപ്പ്. അതെ, എങ്ങനെ മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന. അതുപോലെ ഞങ്ങൾ അന്ന് ഈ വഴിക്ക് പോകുമ്പോഴാണ് ഒരേ ഫ്രെയിമില് നമുക്ക് ആനയും അതുപോലെ തന്നെ പോത്തും പിന്നെന്താണ് കേഴമാന് ഇതെല്ലാം നമുക്ക് ഒരേ ഫ്രെയിമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന്. അതൊരു ഭാഗ്യമാണ് കേട്ടോ. പക്ഷെ അതിന്റെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും ഇപ്പോഴും നമ്മുടെ കയ്യിലില്ല. നമ്മള് കഴിയുമ്പോ ഞാനൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു ഫോണിന്ന്. ഇല്ല, ചെന്നായ ഉണ്ട്, അതേപോലെ ആനയെ 3 ആന നിൽക്കണ വീഡിയോ എടുത്തിട്ടുണ്ട്, വേഴാമ്പലം എടുത്തിട്ടുണ്ട്, അതേപോലെ വേഴാമ്പൽ സൈറ്റിംഗ് കിട്ടും കേട്ടോ. കീരി, ചെങ്കീരി പറയില്ലേ, ചുവന്ന കീരി, അത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാടെണ്ണം കിട്ടിയിട്ടുള്ളതാണ് ഈ തലനാർ റൂട്ട്. മഴക്കാലമായ ഒരു 3 മാസം കഴിഞ്ഞ നല്ല വാട്ടർഫാൾസ്, നല്ല വെള്ളം ഉണ്ടാവും. മതി. അപ്പൊ നമ്മള് മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ അത് ഇത്രയും മിസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോ ഇവിടെ നിന്ന് ഒരു 2 ടേണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, മിസ്റ്റ് ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാട്ടാ. കഴിഞ്ഞു. മിസ്റ്റ് ആ മലന്റെ മേലെ കൂടിയാണ് മിസ്റ്റ് പാസ് ചെയ്യുള്ളൂ. മിസ്റ്റ് കഴിഞ്ഞു. മിസ്റ്റിന്റെ കത്തിക്കല് കഴിഞ്ഞു. ഇവിടെ ഫ്രണ്ടിൽ കാണിച്ചു കൊടുക്കാം. റോട്ടിലൊന്നും മിസ്റ്റ് ഇതാണ് പറഞ്ഞത്. ആ ഒരു ഇതില് മാത്രമേ മിസ്റ്റ്, ഒരു സ്ട്രെച്ചിലൂടെ വരുന്ന മിസ്റ്റ്
അങ്ങനെ പോവാണ്. അവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നും മിസ്റ്റ് വരാറേ ഇല്ല. കവറക്കല്ലിന്റെ പ്രത്യേകതയാണത്. നമ്മളെപ്പോഴും വാൾപ്പാറ വരുന്ന സമയത്ത് കവർക്കല്ലിൽ നിന്നാണ് മിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. കഴിഞ്ഞു. അപ്പം നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ കാണുന്ന വ്യൂ ആണ് ആളിയാറ്. അപ്പം ഇനി നമ്മൾ ഇരുട്ടാകുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും കാണാൻ. നല്ല ലൈറ്റിംഗ് ഒക്കെയാണ്. വ്യൂ കണ്ടോ കേട്ടോ, നല്ല ലൈറ്റിംഗ് ഒക്കെയാണ്. പിന്നെ താഴെ ഇറങ്ങുമ്പോൾ കാണാം. അങ്ങനെ നമ്മൾ വാൾപ്പാറയിൽ എല്ലാ ബെൻഡും ഇറങ്ങി. 40 ബെൻഡും കഴിഞ്ഞു. ഇനിയുള്ള നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. അതായത് നമ്മൾ ഹിൽ സ്റ്റേഷൻ കഴിഞ്ഞിട്ടില്ല, എന്നാലും കൊടുക്കുന്ന ചെക്ക് പോസ്റ്റ് വരെ നേരെയുള്ള സ്ഥലമാണ്. ഇനി ഹെയർ പിൻ ബെൻഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വരുന്നവരെല്ലാവരും കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക. സേഫ് ജേണി. താങ്ക് യു. വിസിറ്റ് അഗെയിൻ വാൾപ്പാറ. വീണ്ടും സന്ധിപ്പവും അല്ലേ മാമ? അപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ മീൻകട തുറന്നിട്ടുണ്ട്. ഉച്ചയ്ക്കാണ് 12 മണിക്കാണ് തുടക്കം എല്ലാ ദിവസവും. നൈറ്റ് 8-9 മണി വരെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മീൻ ഓർഡർ കൊടുക്കാൻ വേണ്ടി മാമ പോയിട്ടുണ്ട്. അപ്പോൾ അതായത് എണ്ണയിൽ ഫ്രഷ് മീനുകൾ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 10-15 മിനിറ്റ് സമയം പറഞ്ഞിട്ടുണ്ട് അവർ. കുറേ ആൾക്കാർ ഓർഡർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കൊരു 10-15 മിനിറ്റ് സമയമുണ്ട്. നമ്മൾ ഓർഡർ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ മേടിക്കുകയാണ്. ഫ്രഷ് മീനാണ് കേട്ടോ, അടിപൊളി, നല്ല ടേസ്റ്റാണ് അവിടുത്തെ മീൻ. നല്ല ടേസ്റ്റ്. ഞങ്ങളെപ്പം വരുമ്പോഴും കഴിക്കും. നമുക്ക് അവിടെ മീൻ വാങ്ങിക്കാനേ ഒരു 10-15 മിനിറ്റ് സമയമെന്ന് പറഞ്ഞു. ഒരു സോഡ കുടിക്കാൻ വേണ്ടി വന്ന ഫുൾജാർ സോഡ. ഞാനല്ല, ജ്യോതിക്ക്. ഞാൻ വേറെ ലൈം സോഡ പറഞ്ഞു. റെഡി. അടിപൊളി. പോയി പുറത്തു പോയി. രാവിലെ എന്താ നമുക്ക് ലൈം പറഞ്ഞു. നമ്മള് മീൻ വാങ്ങിക്കാൻ വന്നപ്പോ ഒരു 15 മിനിറ്റ് ആകും പറഞ്ഞു റെഡി ആകാൻ വേണ്ടിട്ടേ. അപ്പൊ പ്രതിമമേ മീന് കിട്ടിയിട്ടേ പോളൂന്ന് പറഞ്ഞിട്ട് ഒറ്റക്കല്ല് നിക്കണ്ട. ആള് നിക്കണ നോക്കിയേ, ആള് ഒറ്റക്കല്ല് നിക്കണ്. മീന് മേടിച്ചിട്ടേ പോളൂന്ന്. വാശിയാണ്. എത്ര സമയമാണെങ്കിൽ ശരി നമ്മൾ മീൻ മേടിച്ചിട്ടേ പോകും. നമ്മളത് മീൻ മേടിച്ചിട്ട് വന്നിട്ട് നമ്മളെ കാലത്ത് പറഞ്ഞിരുന്നല്ലേ, ആളിയാർ ഡാമിന്റെ മുൻവശത്തുള്ള മീൻ സൂപ്പർ ആയിരിക്കുന്ന ഇതാ വാങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ചേട്ടന്മാരുടെ പെരുമാറ്റം വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളെ വളരെ ചേട്ടന്മാരും അവിടുത്തെ സ്റ്റാഫുകൾ, വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോ അടിപൊളി പെരുമാറ്റങ്ങളാണ് അവര്. അതിലെല്ലാവർക്കും നല്ല സ്നേഹത്തോടെ സംസാരിച്ചു. നമ്മളെ നമ്പർ വിളിച്ച് ചിരിച്ചിട്ടാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ ചോദിക്കുന്നതിനൊക്കെ അവര് നല്ല എന്താ ചിരിച്ചിട്ട് മറുപടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായത്. നല്ല ആൾക്കാരായിട്ട്, നല്ല പിള്ളേർ, നല്ല പെരുമാറ്റം, നല്ല പിള്ളേർ ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിൽ ഒരാളുടെ നമ്പർ വാങ്ങിയിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ സംഭവം റെഡിയായി. അത്രയും ക്യൂ ആണ്. ജനങ്ങൾ വന്ന് നിന്ന് സമയം ഒരു 20 മിനിറ്റോളം നിന്നിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ നേരത്തെ വിളിച്ചു പറഞ്ഞ റെഡിയാക്കി വെക്കും. ആ നമ്പർ ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അരുൺ പാണ്ഡ്യ ഉണ്ട് ഒരാൾ. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞാൽ മതി. നേരത്തെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെഡിയാക്കി വെക്കും. അപ്പൊ നമ്മളിനി കഴിച്ചു നോക്കിയിട്ട് ബാക്കി റിവ്യൂ പറയാം. എടുക്കല്ലേ? ഓ, നല്ല ചൂടോടെ
അടിപൊളി മസാല ഒരു പ്രത്യേക ഗംഭീര ടേസ്റ്റ് കേട്ടോ, ഗംഭീര ടേസ്റ്റ്. വെറുതെ പറയുന്നതല്ല, വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, നിങ്ങൾ ശരിക്കും ഇവിടെ വന്ന് കഴിക്കണം. ഗംഭീര ടേസ്റ്റ് അത്, വിശ്വസിച്ച് കഴിക്കാം. അതും നിങ്ങൾ ഈ ചൂട്ടോടെ തന്നെ കഴിക്കണം, എന്നാലാണ് അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ കഴിക്കട്ടെ. അപ്പൊ നമ്മുടെ പറഞ്ഞ പോലെ ഫിഷിന്റെ സംഭവം കഴിഞ്ഞു. സന്തോഷമായിട്ട് കഴിച്ചു. അടുത്ത് നിന്ന് തന്നെ അവരുടെ എണ്ണയിൽ പൊരിച്ചെടുത്ത് കഴിച്ചു. അതെ. പിന്നെ ഇപ്പൊ അടുത്ത് വീണ്ടും പോകാൻ പോണത് വേറെ സ്പോട്ടിലേക്കാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പറഞ്ഞ പോലെ എപ്പോഴും ഈ റൂട്ടിലേക്ക് വരുന്ന സമയത്ത് കഴിക്കുന്നതാണ്. എല്ലാ സമയത്തും ഇവിടെ വന്ന് കഴിച്ചു പോയ ഒരു സമയമുണ്ട്. അപ്പൊ അത്രയ്ക്കും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അത് ഞാൻ പരിചയപ്പെടുത്തരാം. പിന്നെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പൊ കാശ് നമ്മള് പറഞ്ഞ പോലെ തന്നെ 4 മൈൽ ചുങ്കത്ത് എത്തിയിട്ടുണ്ട്. നമ്മള് ഇപ്പൊ കട മാറ്റിയത് നമുക്ക് അറിഞ്ഞില്ല കേട്ടോ. അത് 4 മൈൽ ചുങ്കത്തുനിന്ന് ഇപ്പോ അതായത് വാൾപ്പാറ ടു പൊള്ളാച്ചി റൂട്ടില് 4 മൈൽ ചുങ്കൻ ജംഗ്ഷൻ കഴിഞ്ഞതും ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെ താജ് ബിരിയാണി ഹോട്ടൽ എന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താലും കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ബിരിയാണിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. നല്ല അടിപൊളി ബിരിയാണിയാണ്, ഞങ്ങൾ കുറേ കാലമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? ബാബാ. ബിരിയാണി വന്നു. ബിരിയാണി കൂടാ വിരുമ്പി വന്നതാകും. ശരി ഓ. പിന്നെ വേറെ സൈഡ് ഡിഷ് ആയിട്ടുള്ളത് ബിരിയാണി വന്നിട്ടുണ്ട്. ഇത് കായ്ച്ചാർ എന്ന് പറയും ഇവിടുത്തെ. അതിലും മട്ടന്റെ പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാഴ്ചകളിലും മട്ടന്റെ പീസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ഇത് പുതിനയല്ലേ? പുതിന ചമ്മന്തി. സാലഡ് വന്നിട്ടുണ്ട്. ഓക്കെ. നല്ല ഫ്ലേവർ നാക്കിലേക്ക്. അതെ, നെയ്യിന്റെ മട്ടനെല്ലാം നന്നായി വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ. കഴിച്ചു. പീസൊക്കെ ഉണ്ടോ? അടിപൊളിയാ. മട്ടൻ ചുക്ക ഗംഭീര ടേസ്റ്റ്. ഇത്രയും സമയമായിട്ടുണ്ട്. ഇപ്പോ അവസാനത്തെ ദമ്മ് കൂട്ടിച്ച് വന്നിരിക്കുകയാണ്. ഇനി 1 മണിക്കൂർ നേരമേ ഉണ്ടാവുള്ളൂ. അതെ. നീ പറഞ്ഞോ. മട്ടൻ ചുക്ക പറയും, ഞാൻ ബിരിയാണി പറഞ്ഞല്ലേ. മട്ടൻ ചുക്ക നന്നായിട്ടുണ്ട്. കുരുമുളകിന്റെ ആ എസൻസ് അങ്ങനെ കയറി വരുന്നുണ്ട്. നാവിലേക്ക് കുരുമുളകിന്റെ ഇത് വരുന്നുണ്ട്. എല്ലാം നന്നായി വന്നിട്ടുണ്ട്. ബിരിയാണി എങ്ങനെയുണ്ട്? കാണിക്കടാ. അപ്പൊ നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു, ബിരിയാണി കഴിച്ചു. എങ്ങനെയുണ്ട് ബിരിയാണി? നല്ല ബിരിയാണി, മട്ടൻ ബിരിയാണി, മട്ടൻ ചുക്ക കുഴപ്പമില്ല, തകർത്ത് വയർ നിറയെ കഴിച്ചു. എന്തായാലും നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവര് ഞാൻ കട മാറിയപ്പോ ടേസ്റ്റിന് കുറവുണ്ടാകുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നുമില്ല, അതേ ടേസ്റ്റില് അടിപൊളിയായി തന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്ക്. വയറ് നിറഞ്ഞു. അപ്പോ അത് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള്
പൊള്ളാച്ചി നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊള്ളാച്ചി പോയിട്ട് പൊള്ളാച്ചിന്ന് നേരെ കൊഴിഞ്ഞാമ്പാറ നമ്മുടെ നാട്ടിലേക്ക് പോകും. ഇതാണ് നമ്മുടെ കേരള ചെക്ക് പോസ്റ്റ്. കേരള തമിഴ്നാട് അതിർത്തിയാണ് നടുപ്പുണി. നമ്മൾ ആദ്യം ഫസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്നത് വേലന്താവളം, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മറയൂർ നൈറ്റ് റൈഡിൽ ഉണ്ടായിരുന്നത് ഗോപാലപുരം. ഇത് നടുപ്പുണി. ഇന്ന് നമ്മൾ വാൾപ്പാറ പോയത് മീനാക്ഷിപുരം. അങ്ങനെ കുറേ ബോർഡറുകളുണ്ട് നമ്മുടെ അവിടെ. അതാണ് നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ആ ചെക്ക് പോസ്റ്റ്. അപ്പോൾ നമ്മൾ വീണ്ടും കേരളത്തിലോട്ട് എൻ്ററായി. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രിപ്പ്, അതായത് വാൾപ്പാറ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്താറായി. ഇനി ഒരു 2 കിലോമീറ്ററും കൂടി ഉള്ളൂ. നമ്മൾ രാവിലെ ഒരു 8 മണി 8:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഇപ്പോൾ സമയം 9:45. തിരിച്ച് നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇപ്പോൾ തിരിച്ചു വന്നു. ഇപ്പൊ മാമ എന്താണ് പറയാനുള്ളത്? ഇനി ഇന്നത്തെ പരിപാടി ഉഷാറായി. ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. അത് ഇഷ്ടത്തിന് ഫോട്ടോസ് എടുത്തു. ക്ലൈമറ്റ് അതുപോലെ നമ്മള് പ്രതീക്ഷിക്കാത്ത ക്ലൈമറ്റും ഒരുപാട് കിട്ടി. നല്ല രീതിയിൽ ആസ്വദിച്ചു. അതെ, മഞ്ഞും മഴയും. തിരക്ക് പോകുമ്പോ ഉണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോ തിരക്ക് വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല പോലെ ആസ്വദിച്ചു. ഇപ്പൊ വീടെത്താറായി. 2 കിലോമീറ്ററും കൂടി, 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോ ഇതുപോലെ തന്നെ എല്ലാവരും വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വീഡിയോസുകളൊക്കെ എല്ലാം വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്തൊരു പുതിയൊരു യാത്രയായിട്ട് മാമനും മരുമകൻ വീണ്ടും വരുന്നതായിരിക്കും. ഗുഡ് നൈറ്റ്.